ലീന വിശ്വൻ. ഈ സാംസ്കാരിക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ MP ശ്രീ ഹൈബി ഈഡൻ അവർക്ക്, നമുക്കായി അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത മെത്രാൻ അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവെ, സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള ജനപ്രതിനിധികളെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും തന്നെ ഈ അനുഗ്രഹീത ദിനത്തിൻ്റെ പുതുവർഷത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. ദൈവാനുഗ്രഹങ്ങൾ നേരുകയാണ്. ഗോതിരത്ത് ഫെസ്റ്റ് 15 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ 15 വർഷങ്ങളുടെ വലിയ സംഭാവന ഈ നാടിന് ലഭിച്ചിട്ടുണ്ട്. ഗോതിരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗോതിരത്തിൽ എന്ത് നടന്നാലും അത് ഈ ദേവാലയവും വിദ്യാലയവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളിലും അത് വളരെ സ്പഷ്ടമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോതിരത്തെ ആഘോഷങ്ങളുടെ നാട് എന്ന് എപ്പോഴും വിശേഷിപ്പിക്കുമ്പോഴും ഒരു പടി കൂടി കടന്ന് ഗോതിരത്ത് കരുണയുടെ ദ്വീപ് എന്ന് ഞാൻ പറയാൻ എപ്പോഴും ആഗ്രഹിച്ചത്. കാരണം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഗോതിരത്തിൻ്റെ ചൈതന്യം. ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ട് 1.5 വർഷമായി ഗോതിരത്തിൽ ചാർജ് എടുത്തിട്ട്. ഈ കഴിഞ്ഞ 1.5 വർഷം ഞാൻ തൊട്ടറിഞ്ഞ, ഞാൻ അനുഭവിച്ച, ഞാൻ എന്നും കേട്ടറിഞ്ഞിട്ടുള്ളതെല്ലാം ഈ ഗോതിരത്തിൻ്റെ കരുണയുടെ സ്പർശമാണ്. കരുണയുടെ സ്പർശമുള്ള വലിയ സുമനസ്സുകളാണ് ഈ ഗോതിരത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും താങ്ങായി തണലായി ഈ നാട്ടിലുള്ള ഓരോരുത്തർക്കും ഈ ജനത കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് കൂടി എപ്പോഴും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ, ഈ ഇടവകയുടെ വികാരിയച്ഛനായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ നാടിൻ്റെ ഈ വളർച്ചയ്ക്ക് ഈ ജനത നൽകുന്ന എല്ലാവിധത്തിലുള്ള സപ്പോർട്ടിനും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. നമ്മളിന്ന് ഈ ഗോതിരത്ത് ഫെസ്റ്റ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇനിയും ഈ ഫെസ്റ്റ് ഏറ്റവും സുന്ദരമായി വരും വർഷങ്ങളിലും നന്നായി നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ജനുവരി 1-ാം തീയതി പ്രത്യേകമായി ലോക സമാധാന ദിനം കൂടിയാണ്. ലോക സമാധാന ദിനം കൂടിയാണ്. നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ ദേശവുമൊക്കെ എന്നും സമാധാനത്തിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നവവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടും ആഘോഷങ്ങളുടെ ദ്വീപായ, കരുണയുടെ ദ്വീപായ ഗോതിരത്തിനും ഈ ഗോതിരത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് ഡിയർ ഫാദർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി HMDP സഭ മൂത്തകുന്നം പ്രസിഡന്റ് ശ്രീ EP സന്തോഷ് സാറിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഒരറിയിപ്പുണ്ട്. ഗില്ലറ്റ് സഹായനിധിയുടെ സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന KL 42M 5099 അവിടെ നിന്നും മാറ്റിയിടേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗില്ലറ്റ് സഹായനിധിയുടെ സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന KL 42M 5099 അവിടെ നിന്നും മാറ്റി ഇടേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഗോതിരത്ത് ഫെസ്റ്റ് സമ്മേളനത്തിലെ അധ്യക്ഷ ശ്രീമതി ലീന വിശ്വൻ, ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാന്യനായ MP ശ്രീ ഹൈബി ഈഡൻ, കോട്ടപ്പുറം നിയുക്തനായ ബിഷപ്പ്, അദ്ദേഹത്തെ പ്രത്യേകം തന്നെ ആദ്യം തന്നെ HMDP സഭയുടെ പേരിൽ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ആദരവും ഞങ്ങൾ അർപ്പിക്കുകയാണ്. മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് HMDP സഭ പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ന് ഈ ഗോതിരത്ത് ഫെസ്റ്റിന് ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ നിൽക്കുമ്പോൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നരുളി ചെയ്ത ഗുരുദേവന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ മൂത്തകുന്നം എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്.
എന്നും മനസ്സിൽ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഒരു വളർന്ന ഒരു ചുറ്റുപാടാണ് ഞങ്ങൾ മിക്കവാറും മൂത്തകുന്നം നിവാസികൾക്കുള്ളത്. ഒരുപാട് എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു, ഗോതിരത്ത് നിവാസികളെ. അതുപോലെ തന്നെ മൂത്തകുന്നം സ്കൂളും ഇവിടുത്തെ സ്കൂളും ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആഘോഷങ്ങളുടെ നാടായ ഈ ദ്വീപിനെ എന്നും അസൂയയോടാണ് ഞങ്ങളിന്ന് കണ്ടുവരുന്നത്. ഇന്നിവിടെ നടന്നു വരുന്ന കലാപ്രകടനങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവരുടെയും ഒത്തൊരുമയും അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവലിൽ നിന്ന് മാറി മറ്റ് സേവനങ്ങളെല്ലാം ചെയ്യുന്ന ഗോതിരത്തിലെ ഈ മുസ്ലിസ് സൊസൈറ്റിയെ, ചാരിറ്റബിൾ സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എപ്പോഴും HMDP സഭയെ കൂടെ കൈപിടിച്ചാണ് നിങ്ങൾ എപ്പോഴും ഈ ഫെസ്റ്റിവലിലൂടെ സംഘടിപ്പിക്കാറുള്ളത്. കാരണം ഗോതിരത്ത് കടവാത്തുരത്തില് അരങ്ങേറുന്ന വള്ളംകളി അതിലെന്നും പതാക ഉയർത്തുന്ന HMDP സഭ പ്രസിഡന്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂത്തകുന്നം ഉത്സവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോതിരത്ത് വള്ളംകളി. അന്ന് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയും, ഗോതിരത്ത് കരയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ മൂത്തകുന്നത്തെ കരയിൽ ഒത്തുകൂടുന്നുണ്ട്. അവിടുത്തെ കുട്ടികളും ജനങ്ങളും വളരെ സന്തോഷകരമായിട്ടാണ് രാവിലെ ഏതാണ്ട് 10 മണി തുടങ്ങി ഏതാണ്ട് 3 മണി 4 മണി വരെ ഇവിടെ നിന്നുകൊണ്ട് ആ വള്ളംകളി വീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന നിങ്ങളുടെ ക്രിസ്മസ് അതായത് ആഘോഷങ്ങൾ, അതിനോടനുബന്ധിച്ച് തന്നെയായിരുന്നു നമ്മുടെ പരുവക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം. അവിടെ ഉത്സവത്തിലെ ആഘോഷങ്ങളില്ലായിരുന്നപ്പോൾ ഞങ്ങൾ ആഘോഷമാക്കിയത് കടവാത്തിരുത്ത് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളും അതുപോലെ തന്നെ ചുവടി ഫെസ്റ്റിലെ ചവിട്ടുനാടകവും കലാകാരന്മാരുടെ എല്ലാം ആഘോഷങ്ങളായിരുന്നു. ഇന്നും ഞങ്ങളെ എല്ലാവരെയും മൂത്തകുന്നം നിവാസികളെയും സഭയെല്ലാം അടുപ്പിച്ചു നിർത്തി നിങ്ങൾ നല്ല രീതിയിൽ ഈ ആഘോഷങ്ങളിലൂടെ അരങ്ങേറുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്നും ഇത് നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലവരായ ഈ നാട്ടുകാരെയും ഇതിൽ പങ്കെടുക്കുന്ന ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഫസ്റ്റ് 15 വർഷം ഇന്ന് 15ാം വർഷം ഈ 2024 ആഘോഷിക്കുകയാണ്. അത് ഇനിയും ഒരുപാട് വർഷങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും പുതുവത്സരാശംസകൾ ചേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാനേജർ ശ്രീ ദീപക് ജിയെ ക്ഷണിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ആശംസാ പ്രസംഗത്തിന് ശേഷം ആദരിക്കൽ ചടങ്ങാണ്. ആദരിക്കലിന് അർഹരായ എല്ലാവരും തന്നെ സ്റ്റേജിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരേണ്ടതാണ്. പ്രിയ അഭിവന്ദ്യ മെത്രാൻ, പ്രിയ MP, നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ്, സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നാട്ടിൽ എല്ലാ വർഷവും എത്തിച്ചേരുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലാ ജനുവരി 1 ഇപ്പോൾ ഗോതുരുത്ത് ഫെസ്റ്റിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് എങ്ങനെയാണ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഗോതുരുത്ത് ഫെസ്റ്റുമായിട്ട് ഒന്നു ചേർന്നതെന്ന് വെച്ചാൽ അതൊരു ചാരിറ്റിയുടെ ഒരു സേവനത്തിൻ്റെ ഒത്തുചേരലാണ്. 2018 ഫ്ലഡിന് ശേഷം ഈ ഗോതുരുത്ത് മുസ്ലിസ് ഫിനാലെ സൊസൈറ്റിയുടെ അധികൃതർ ബഹുമാനായ അനിൽ ജെയിംസ് ഉൾപ്പെടെ ഉള്ള ആളുകൾ നമ്മൾ വന്ന് കാണുകയും ഒരുപാട് വീടുകൾക്ക് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ച ഈ സ്നേഹം ഇന്നും നിലനിൽക്കുന്നതിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്, കൊച്ചോസേഫ് ചിറ്റിലപ്പള്ളി സാറിൻ്റെ നേതൃത്വത്തിലുള്ള കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന് അതിയായ സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഏകദേശം 100ഓളം പേർക്കുള്ള മെഡിക്കൽ സഹായങ്ങൾ
ഗോതുരുത്ത് മുസ്ലിസ് ഫിനാലെ സൊസൈറ്റി വഴി മുസ്ലിസ് സൊസൈറ്റി വഴി നൽകാനായിട്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇനിയും മറ്റുള്ളവർക്ക് സേവനങ്ങൾ നൽകാൻ ഈ സൊസൈറ്റിക്ക് സാധിക്കട്ടെ. പുതിയ തലമുറ, ഗോതുരത്തിൻ്റെ പുതിയ തലമുറ ഇത് മനസ്സിലാക്കി ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്നേഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക്, ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സാർ. അടുത്തതായി ഈ വേദിയിൽ ഗോതുരത്തിൽ നിന്നും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡ് വിതരണ ചടങ്ങാണ്. ഇത് അവതരിപ്പിക്കുന്നതിനായി പ്രോഗ്രാം കൺവീനർ ആൻഡ് ട്രഷറർ അനിൽ ജെയിംസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. നമ്മൾ ഗോതുരത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള മികച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. ബഹുമാനപ്പെട്ട എല്ലാ അവാർഡ് ജേതാക്കളും അടുത്തു വരിക. അതിനായിട്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ എത്തിച്ചേർന്നിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ടുപേരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനായിട്ട്. ആദ്യമായിട്ട് ഇന്ന് നമ്മളുടെ കാർണിവലിൽ ഒരു വികാരി അച്ഛൻ്റെ വേഷം ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം പടിഞ്ഞാറ് മുതൽ കടൽവാതിർത്ത് മുതൽ ഈ അറ്റം വരെ സഞ്ചരിച്ചിട്ടുള്ള പ്രശസ്ത സിനിമ സീരിയൽ താരം രഞ്ജിത്ത് തൃശൂർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. രഞ്ജിത്ത് തൃശൂർ മമ്മൂട്ടിയുടെ ധാരാളം സിനിമകളിൽ പ്രതിനായക വേഷം ചെയ്തുകൊണ്ട് ഈ അടുത്തിടെ ഇറങ്ങുന്ന ഒരു നല്ല ഫിലിമുണ്ട്, അതിലൂടെ അദ്ദേഹം വേഷം വിധാനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് ചുരുങ്ങിയ 2 വാക്ക് ഷെയർ ചെയ്യുന്നു. ഈ വേദിയിലെ വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ ഗോതുരത്ത് നിവാസികളെ, ഇങ്ങനൊരു ഫെസ്റ്റ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇതിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി. ഒരുപാട് വർഷങ്ങൾ ഞാനും മിസ് ചെയ്തോ എന്നെനിക്ക് തോന്നിപ്പോയി. അത്ര നല്ല നന്മയുടെ, ഒത്തൊരുമയുടെ, സ്നേഹത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയാണ് ഞാൻ അവിടെ കണ്ടത്. ഈ ഫെസ്റ്റിന് എല്ലാവിധമായ മംഗളങ്ങൾ നേരുന്നു. ഇനിയും 1000 വർഷങ്ങൾ ഈ ഫെസ്റ്റ് വലിയ വലിയ നിലകളിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല, ഈ ഒരു ഫെസ്റ്റിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സുഹൃത്ത് അനിൽ പുത്തേഴത്തിനും ജോണി പുത്തേഴത്തിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം എൻ്റെ ഗോതുരത്ത് നിവാസി എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഓൾ. അതോടൊപ്പം തന്നെ ഗോതുരത്തിൽ നിന്ന് ടെലിഫിലിം സിനിമാ രംഗത്ത് ഗോതുരത്തിന്റെ പുതിയ താരോദയമായിട്ടുള്ള ശ്രീ ജോണി പുത്തേഴത്ത് അവർകളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. ജോണി പുത്തേഴത്ത്. പല രോഗ കാലഘട്ടത്തും നമ്മളുടെ ഗോതുരത്തിലെ കുറേ ആളുകളെ വളരെ സ്നേഹത്തോടു കൂടി ഒട്ടും വൈമനസ്യമില്ലാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അനേകരുടെ കണ്ണീരൊപ്പുന്ന ഗോതുരത്തിന്റെ കൂട്ടുകാരൻ ഷഹീൻ കെ മൊയ്തീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഗോതുരത്തിന്റെ പേരിൽ ക്ഷണിക്കാം. നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മളുടെ 3 സുഹൃത്തുക്കൾ വേണ്ടിയിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ചികിത്സാ ചെലവിലേക്കുള്ള പൈസ എത്തിക്കുന്നതിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. വീണ്ടും സിനിമാ രംഗത്ത് നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സംവിധായകൻ റോയ് പല്ലശ്ശേരി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. റോയ് പല്ലശ്ശേരി അവരുടെ
2023 മികച്ച കുറ്റാന്വേഷകനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ശ്രീ ബിജു PJ, കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ നാട്ടുകാരനാണ്. നല്ല